Good afternoon. Good afternoon. Wait 4 seconds. Okay, it's wait for only few are joined. Wait for others. Notes ഒക്കെ കിട്ടിയോ? Excuse me, മോഡാലിസ്റ്റിന്റെ notes ഒക്കെ കിട്ടിയോ? Excuse me. Okay, today we are going to discuss about semi-modals. Semi-modal verbs. Okay. കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Excuse me, please respond. ക്ലിയർ ആണോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ടോ? Okay. Then today we are going to discuss about semi-modals. That is dare, need, ought to, used to, have to, all these come under semi-modals. Okay. Okay, what is the meaning of dare? Can you say anyone? What's the meaning of dare? How dare you? What is the meaning of how dare you to do this? How dare you behave like this? What is the meaning of this? Anyone please? Ruben? And anyone else? Please respond, say, what is the meaning of dare? I dare go there. I daren't go there. I dare to see horror films. What is the meaning of dare? How dare you talk this? How dare you call me so? What is the meaning of dare? ധൈര്യപ്പെടുക, ചെയ്യാൻ മുതിരുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഡെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ധൈര്യപ്പെടുക. ഹൗ ഡെയർ യു, നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഹൗ ഡെയർ യു ടെൽ മീ ലൈക്ക് ദിസ്, ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യമുണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൗ ഡെയർ യു നമ്മൾ ചോദിക്കാറില്ലേ? യെസ്, നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഓക്കെ, നിനക്ക് എന്നോട് ഇങ്ങനെ പെരുമാറാൻ. ഓക്കെ, നോക്കാം, നമുക്ക് സ്ക്രീൻ വെച്ച് ഷെയർ ചെയ്യാം. Okay, this is the screen. Is it visible?
Can you see the screen? കാണാൻ പറ്റുന്നുണ്ടോ? Okay, dare. Okay, dare is used in the sense of defy, challenge, face boldly. അതേ വളരെ ധൈര്യപൂർവം, ധൈര്യത്തോടു കൂടി അല്ലെ? How dare you? Go if you dare. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പോകൂ. Yes, you dare to see the film alone. നിനക്ക് ധൈര്യമുണ്ടായോ? നിനക്ക് ഫിലിം ഒറ്റയ്ക്ക് കാണാൻ ധൈര്യമുണ്ടായോ എന്നുള്ളൊരു you dare to see the film alone. Okay, ധൈര്യം, ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ളൊരു മീനിങ്, ചെയ്യാൻ മുതിരുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഡെയർ ഉപയോഗിക്കുന്നത്. ഡെയർ. Okay, dare. Then I dare. Okay, I dare go there. Means what? എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് പോകാൻ ധൈര്യമുണ്ട്. Okay, I dare go there. Okay, I dare go. എനിക്ക് പോകാൻ ധൈര്യമുണ്ട്. Then എനിക്ക് പോകാൻ ധൈര്യമില്ല, എങ്ങനെ പറയാം? എങ്ങനെ അതിന്റെ നെഗറ്റീവ് ഫോം വരും? ഡെയർ. Excuse me. Excuse me. Anyone please say what is, how we can say the negative form? Daren't. Okay, daren't. I daren't go there. I daren't go there. Okay, മനസ്സിലാവുന്നുണ്ടോ? നെഗറ്റീവ് ഫോം ആണ്. എനിക്ക് പോകാൻ ധൈര്യമില്ല. I daren't. Okay, I dare go there. എനിക്ക് ധൈര്യമുണ്ട്. I daren't go there. Okay, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? I daren't do that. Very good. I daren't do that. എനിക്ക് ധൈര്യമില്ല ചെയ്യാൻ, അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. Yes, I daren't. Okay, go to that place alone. എനിക്ക് അവിടേക്ക് പോകാൻ ധൈര്യമില്ല. Okay, I daren't go there. എനിക്ക് ധൈര്യമില്ല. I daren't go near to him. അവന്റെ അടുത്ത് പോകാൻ എനിക്ക് ധൈര്യമില്ല. I daren't. അല്ലെങ്കിൽ we daren't. ഞങ്ങൾക്ക് ധൈര്യമില്ല എന്നുള്ള മീനിങ്ങിന് daren't ഉപയോഗിക്കുന്നു. daren't. Okay, നമ്മൾ dare ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെമി മോഡൽസ് ആണ്. dare, ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ള ഒരു മീനിങ് ആണ് dare ഉപയോഗിക്കുമ്പോൾ. Dare is used in the sense of defy, challenge, face boldly. ധൈര്യത്തോടു കൂടി നേരിടുക. ഓക്കെ, ധൈര്യപ്പെടുക, ചെയ്യാൻ ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ dare ഉപയോഗിക്കുന്നത്. I daren't work alone. എനിക്ക് ധൈര്യമില്ല ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ, എനിക്ക് ധൈര്യമില്ല. Yes, I daren't work alone. Very good. Very good. Give me some examples. Okay. How dare you go? It's a question. നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? How dare you behave like this? How dare you tell me so? ഇങ്ങനെ പറയാൻ എങ്ങനെ നിനക്ക് ധൈര്യമുണ്ടായി? How dare you? Okay, എങ്ങനെ ധൈര്യമുണ്ടായി? You can ask. Okay, here നമുക്ക് കുറച്ച് go if you dare. Go. അല്ലെ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ. Yes, how dare you go there? Only Sija is responding. Okay, very good. Then what about others? Please tell me. Speak. How we can use dare? Give me some examples for dare. Go if you dare. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പോകൂ. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുവാൻ ധൈര്യമില്ല. എങ്ങനെ പറയും? എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുവാൻ ധൈര്യമില്ല. How can we say? എങ്ങനെ പറയാൻ പറ്റും? How dare to speak with me? എന്നോട് സംസാരിക്കാൻ അല്ലെ? എങ്ങനെ ധൈര്യമുണ്ട്? How dare? Okay, then എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുവാൻ ധൈര്യമില്ല. എങ്ങനെ പറയാം? Yes, I daren't sleep alone. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുവാനുള്ള ധൈര്യമില്ല. I daren't sleep alone. അല്ലെ? I daren't. Yes, good. I daren't sleep alone. Okay, text. Only one person is texting the message. Please respond. Okay. Try.
Then ഞങ്ങൾക്ക് അയാളുടെ അടുത്ത് പോകാനുള്ള ധൈര്യമില്ല. എങ്ങനെ പറയാം? ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. How can we say? ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. How can we say? Excuse me, please speak. Are you sleeping? We daren't go. Yes, നേരെ പോകാൻ, towards him. Go near to him. Yes, good. Go near him. Good. We daren't go near him. Near to him. അയാളുടെ അടുത്ത് പോകാൻ. Yes. We daren't. Okay. ഞങ്ങൾക്ക് ധൈര്യമില്ല. We daren't. Okay. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. Okay. We dare. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. We dare go near to him. You can say. We dare to go near. Oh, sorry. We dare to go near him. You can say. Then next one. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. We daren't. Yes. എനിക്ക് alone. Yes, I daren't go there alone. Okay. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. ഞങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. We daren't go there alone. Yes, I daren't go alone. Okay, I daren't go alone. എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. Okay. അവൾക്ക് ഹൊറർ ഫിലിംസ് കാണാൻ ധൈര്യമുണ്ട്. She dared to. Yes, good. She dared to see the horror pictures. Yes, good. Horror films or horror movies, you can say. She dared to see. Okay, she dared to see the horror films. She dared to watch, you can say also. She dared to watch horror films or horror movies. Okay, then how can we make a question? Yes or no question by using dare ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരു yes or no question ഉപയോഗിക്കും? എങ്ങനെ ഫോം ചെയ്യും നോക്കാം. നിനക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ടോ? എങ്ങനെ ചോദിക്കും? Dare you go? ഒരു modal auxiliary ആയിട്ട് ഉപയോഗിക്കാം dare. At the same time we can use dare as semi modal means what? Main verb ആയിട്ട് ഉപയോഗിക്കാം, modal verb ആയിട്ട് ഉപയോഗിക്കാം. Okay, we can use it as main verb. At the same time it function as modal verb. Okay, then dare you. Okay, dare you go there alone? Dare you do that? നിനക്ക് ധൈര്യമുണ്ടോ? അത് ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിനക്ക് അവിടെ പോകാൻ ധൈര്യമുണ്ടോ? Dare you go there alone? Okay, you can ask, dare you go there alone? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ എങ്ങനെ ഡയർ ഉപയോഗിക്കുന്നത്? ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ളൊരു മീനിങ് ആണ് ഡയർ. Then I daren't means എനിക്ക് ധൈര്യമില്ല എന്നുള്ളൊരു മീനിങ്, നെഗറ്റീവ് ഫോം ആണ്. Then make a question with that. That is, dare you go there alone? Dare you do that? Okay, നിനക്ക് ധൈര്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഓക്കെ, then നിനക്ക് എന്നെ അങ്ങനെ വിളിക്കുവാൻ ധൈര്യമുണ്ടോ? Dare you call? Yes. Dare you call me so? Call me so means call me like that. അങ്ങനെയും പറയാം. Call me so അങ്ങനെ വിളിക്കാൻ. അങ്ങനെ വിളിക്കാനുള്ള ധൈര്യമുണ്ടോ? Okay. Dare you call me so? Dare you call me so? നിനക്ക് എന്നെ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ വിളിക്കാൻ ധൈര്യമുണ്ടോ? നിനക്ക് എന്നെ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ വിളിക്കാനുള്ള ധൈര്യമുണ്ടോ? How can we say? നിനക്ക് എന്നെ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ വിളിക്കാൻ ധൈര്യമുണ്ടോ? Dare you call me so once more? Yes, good. Yes, good. Very good. Dare you call me so once more? നിനക്ക് അങ്ങനെ എന്നെ വിളിക്കാൻ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ വിളിക്കാൻ ധൈര്യമുണ്ടോ? Okay, dare you call me so once more? നിനക്ക് അങ്ങനെ പറയാൻ ഒരു പ്രാവശ്യം കൂടി അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? എങ്ങനെ പറയാം? Dare you say? Yes, good. Dare you say so once more? Yes,
Dare you tell me so once more? നിനക്ക് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? Dare you say me? അല്ലേ? Dare you say so once more? You can ask. ചോദിക്കാം. Then next one is, എന്നെ ചോദ്യം ചെയ്യുവാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? നീ അത്രയ്ക്ക് വളർന്നോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? ഹൗ ഡെയർ യു, എങ്ങനെ ധൈര്യമുണ്ടായി നിനക്ക് എന്നെ ചോദ്യം ചെയ്യാൻ? ഹൗ ക്യാൻ വി ആസ്ക്? ശ്യാമ, പ്ലീസ് റെസ്പോണ്ട്. How dare you ask? How dare you ചോദ്യം ചെയ്യുക? How dare you Ask. Ask how me dare so. you? Somebody is telling ask me, ചോദിക്കുക അല്ലെ? ചോദ്യം ചെയ്യുക. How dare you question me? Yes, how dare അല്ലെ? എങ്ങനെ ധൈര്യമുണ്ടായി എന്നുള്ളൊരു മീനിങ് കേട്ടാ. Okay, how dare you question me? You can ask. നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്നുള്ളൊരു മീനിങ്ങില് നമ്മൾ ഹൗ ഡെയർ യു എന്ന് ചോദിക്കും. ഹൗ ഡെയർ യു, നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഇത്രക്ക് ധൈര്യമോ നിനക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? അങ്ങനെയുള്ളൊരു മീനിങ്. ഇത്രയ്ക്ക് ധൈര്യമോ നിനക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ മീ? ഹൗ ഡെയർ യു ബിഹേവ് ലൈക്ക് ദിസ്? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യാൻ? ഓക്കെ, ക്ലിയർ ആണോ? ഹൗ ഡു യു ഡെയർ, അതിലും നല്ലതല്ലേ ഹൗ ഡെയർ യു? ഹൗ ഡെയർ യു, ദർ ഇസ് എ ക്വസ്റ്റ്യൻ. ഹൗ, എങ്ങനെ ധൈര്യമുണ്ടായി? ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്? ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ മീ? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഹൗ ഡെയർ. ഓക്കെ, ഡെയർ മൊഡാൽ വെർബായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മൊഡാൽ വെർബായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഓക്സിലറി ആയിട്ടാണ്. ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ മീ? ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഗുഡ്. ആൻഡ് കം ഔട്ട് ഇഫ് യു ഡെയർ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വരൂ. കം ഔട്ട്, പുറത്തേക്ക് വാ. കം ഔട്ട് ഇഫ് യു ഡെയർ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി അങ്ങനെ വിളിക്കൂ. എങ്ങനെ ചോദിക്കാം? എങ്ങനെ പറയാം? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി അങ്ങനെ വിളിക്കൂ. എങ്ങനെ പറയാം? ഡെയർ. ഇഫ് യു ഡെയർ കോൾ മീ. യെസ്, ധൈര്യമുണ്ടെങ്കിൽ. കോൾ മീ സോ വൺസ് മോർ ഇഫ് യു ഡെയർ. എന്നെ അങ്ങനെ വിളിക്കൂ. കോൾ മീ സോ, കോൾ മീ ലൈക്ക് ദാറ്റ്. അതേപോലെ എന്നാണ്, ലൈക്ക് ദാറ്റ്, അതേപോലെ. കോൾ മീ സോ, അങ്ങനെ വിളിക്കൂ. കോൾ മീ സോ വൺസ് മോർ ഇഫ് യു ഡെയർ. ഇഫ് യു ഡെയർ ഡു ദിസ്, ഷോ മീ, അങ്ങനെയൊക്കെ പറയില്ലേ? ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് കാണിക്കേ. ഓക്കെ, ഇഫ് യു ഡെയർ കോൾ മീ സോ. മനസ്സിലായോ? കിട്ടിയോ? ധൈര്യമുണ്ടെങ്കിൽ യെസ്, ഇഫ് യു ഡെയർ കോൾ മീ വൺസ് മോർ. ഓക്കെ, ഇഫ് യു കോൾ മീ സോ വൺസ് മോർ ഇഫ് യു ഡെയർ. ഇഫ് യു ഡെയർ കോൾ മീ സോ വൺസ് മോർ, അങ്ങനെ പറയാം കേട്ടോ. ഇഫ് യു ഡെയർ കോൾ മീ സോ, അങ്ങനെ വിളിക്കൂ അല്ലെ? കോൾ മീ സോ വൺസ് മോർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാ. If you dare, Yes, come with me. come alone. ഒറ്റയ്ക്ക് വാ. Come alone if you dare. Come alone, അതാണല്ലോ കുറച്ചുകൂടി നല്ലത്. Come alone if you dare. അവിടെയും നേരത്തെ call me so once more if you dare. Okay, call me so once more if you dare. ധൈര്യമുണ്ടെങ്കിൽ. ഓക്കെ, ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി അങ്ങനെ വിളിക്കൂ. Call me so once more if you dare. ഇവിടെ ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരൂ എന്ന് പറയുമ്പോൾ come alone if you dare. Come alone, ഒറ്റയ്ക്ക് വരൂ. ഓക്കെ, ക്ലിയർ ആണോ? Dare ആണ് നമ്മൾ നോക്കിയത്. Dare means when it is used, dare is used in the sense of defy, challenge, face boldly. അതായത് ധൈര്യത്തോടു കൂടി നേരിടുക, ധൈര്യപ്പെടുക, ചെയ്യാൻ മുതിരുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ dare ഉപയോഗിച്ചത്. ഓക്കെ, dare, daren't അല്ലെ, നെഗറ്റീവ് ഫോം ആണ്. daren't, dare notന്റെ contraction of dare not ആണ് daren't. Then dare you. ഓക്കെ, then അങ്ങനെ ഡെയർ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. then how dare you, എങ്ങനെ ധൈര്യമുണ്ടായി, അങ്ങനെയുള്ള മീനിങ്ങില് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കി.
Then next one is need. Okay, need. What is the meaning of need? ആവശ്യം. ആവശ്യം. Yes, good. Need. To express necessity, obligation. അല്ലേ, first necessity ആണ് അല്ലെ, ആവശ്യമാണ്. Obligation means what? Yes, obligation means duties. Okay, when we say about our duties, we use need. Need ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ആവശ്യം. I need your help. He needs you. അല്ലെ, he needs you. അവിടെ നമ്മൾ മെയിൻ വെർബ് ആയിട്ടാണ് നീഡ് വന്നിരിക്കുന്നത്. ഹി നീഡ്സ്, നീഡിനൊപ്പം എക്സ് വന്നിട്ടുണ്ട് അല്ലെ. ഹി നീഡ്സ് യു, ഐ നീഡ് യു. ഇവിടെ മെയിൻ വെർബ് ആയിട്ട് നീഡ് വരുന്നു. സംടൈംസ് ഇറ്റ് ഫങ്ഷൻ ആസ് മെയിൻ വെർബ് ആൻഡ് മോഡൽ വെർബ് ഓൾസോ. മോഡൽ വെർബ് ആയിട്ടും മെയിൻ വെർബ് ആയിട്ടും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. യു നീഡിന്റ് ഗോ. ഓക്കെ, യു നീഡിന്റ് ഗോ. നീഡ് ഐ സേ മോർ? ഞാൻ കൂടുതൽ പറയണോ, അതിന്റെ ആവശ്യമുണ്ടോ, കാര്യമുണ്ടോ എന്നുള്ള മീനിങ്ങിൽ നീഡ് ഉപയോഗിക്കുന്നു. ഓക്കെ, then മനസ്സിലാവുന്നുണ്ടോ? യു നീഡിന്റ് ഗോ മീൻസ് വാട്ട്? നീഡിന്റെ നെഗറ്റീവ് ഫോം ആണ്. നീ പോകേണ്ട ആവശ്യമില്ല. then you needn't come, നീ വരേണ്ട കാര്യമില്ല. you needn't worry. okay, you needn't worry, നീ വിഷമിക്കേണ്ട കാര്യമില്ല. I take care of everything, I will take care. You needn't worry. Okay, you needn't come. Okay, you needn't come, നീ വരേണ്ട ആവശ്യമില്ല. You needn't go, നീ പോകേണ്ട ആവശ്യമില്ല. Need I say more? It's a question. Need ഫസ്റ്റ് വന്നു അല്ലെ, ഫങ്ഷൻ ആസ് മോഡൽ വെർബ്. അതായത് ഫസ്റ്റ് നീഡ് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, നീഡ്. നീഡ് ഐ സേ മോർ? ഞാൻ കൂടുതലായി സംസാരിക്കണോ, കൂടുതലായി പറയണോ? നീഡ് ഐ, നീഡ് വി, നീഡ് വി വെയിറ്റ് ഫോർ യു? നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കണോ? നീഡ് വി വെയിറ്റ് ഫോർ യു? നീഡ് ഐ, നീഡ് വി ഉപയോഗിക്കാം. ഓക്കെ, ആവശ്യകത. ഓക്കെ, ആവശ്യകത. Can you give me some examples by using need? Can you give me some example? You need to go there. You need to. നീ പോകേണ്ടതുണ്ട് അല്ലെ, പോകേണ്ട കാര്യമുണ്ട്, പോകേണ്ട ആവശ്യമുണ്ട്. You need to go there. Okay, I need your help. Yes, I need your help. Okay, I need your help. Okay, then give me more examples. We need to save money for our vacation. Yes, we need to save our money for vacation. We need to. Okay, we need to save money for our future, for our family. We need to save. ആവശ്യകതയുണ്ട് അല്ലേ, so necessity. Then anyone else? Give me more examples. Need. I need your friendship. I need your friendship. Very good. Then I need a cup of tea to start my day. okay, I need a cup of tea. എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. Need, വാണ്ടിന്റെ ഡിഫറൻസ് മിസ് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നീഡ്, വാണ്ട് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ക്ലിയർ ആക്കാം അത്. ഓക്കെ, യു നീഡിന്റ്. ഓക്കെ, നീഡിന്റ് വരുന്നത് എപ്പോഴാ? നെഗറ്റീവ് ഫോം ആണ്. നീഡിന്റെ നെഗറ്റീവ് ഫോം ആണ് നീഡിന്റ്. നീ വരേണ്ട ആവശ്യമില്ല. Okay, you needn't come with me. You needn't accompany me. എന്റെ കൂടെ വരേണ്ട ആവശ്യമില്ല. Okay, then നമ്മൾ നികുതി കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെ പറയാം? We needn't Yes, pay to tax. yes, we needn't pay the tax. Okay, we needn't pay the tax or we needn't give. We needn't give, കൊടുക്കേണ്ട ആവശ്യമില്ല. Yes, we needn't pay tax. Yes, good. We needn't pay tax. Good. We needn't. ഇനി എന്താ? ഞാൻ അവിടെ ക്ഷണിക്കാതെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ക്ഷണിക്കാതെ, അവിടെ ക്ഷണിക്കാതെ പോകേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയാം? I needn't go there. Yes. I needn't go there. Uninvited പറയാം കേട്ടോ.
I needn't go there uninvited. വിളിക്കാതെ പോകേണ്ട ആവശ്യമില്ല. Okay, uninvited. We needn't go there uninvited. I needn't. ഞാൻ പോകേണ്ട ആവശ്യമില്ല. വിളിക്കാത്ത ആവശ്യത്തിന് പോകണം. We needn't go there without invitation. Yes, good. You can say. We needn't go there without invitation. Okay. Then ഡൊണേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഡൊണേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെ പറയാം? You needn't pay to donation. Yes, you needn't give donation. Okay, you needn't give donation. കൊടുക്കേണ്ട ആവശ്യമില്ല. You needn't pay donation. കൊടുക്കുക. You needn't give. Okay. Then നിങ്ങൾ അയാൾക്ക് കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുക അല്ലെ? കൈക്കൂലി. What we say in English? Bribe. B-R-I-B-E. Bribe. Okay. Say. നിങ്ങൾ അയാൾക്ക് കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. You needn't bribe him. Very good. You needn't bribe him. This is the negative form of need. അല്ല, needn't. Negative form ആണ് needn't. Then when we say obligation, our duties, we use need. Need ഉപയോഗിച്ചാണ് നമ്മുടെ duties നമ്മൾ പറയുന്നത്. We need to protect our country. We need to obey our teachers. ആവശ്യമാണ് അല്ലെ? അതായത് നമ്മളുടെ ഒബ്ലിഗേഷൻ, ഡ്യൂട്ടീസും നമ്മൾ നീഡ് ഉപയോഗിച്ച് പറയുന്നുണ്ട്. വി നീഡ് ടു റെസ്പെക്ട് അവർ മദർ ടങ്. റെസ്പെക്ട് ചെയ്യണം. അവർ മദർ ലാൻഡ്. വി നീഡ് ടു പ്രൊട്ടക്ട്. വി നീഡ് ടു ലുക്ക് ആഫ്റ്റർ അവർ ഏജ്ഡ് പാരന്റ്സ്. ഓക്കെ, അതായത് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ ഏജ്ഡ് പാരന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. We need to educate our children. We need to save our nature. Yes, we need to protect our environment. Save our environment. Okay. Okay. All these are uses of need. Obligation, when we say about necessity, obligation, we use need. Need ഉപയോഗിച്ച് പറയുന്നു. Clear ആണോ? What about others? All are listening? Clear ആണോ? Yes, ma'am. Then നീ അയാൾക്ക് ഒരു പൈസ പോലും കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെ പറയാം? നീ അയാൾക്ക് ഒരു പൈസ പോലും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയാം? You needn't to give money. You needn't give. You needn't give money. Yes, a penny എന്ന് പറയാം കേട്ടോ. P-E-N-N-Y. Penny. P-E പൈസ അല്ലെ? You needn't give a penny more. Okay, you needn't give him a penny more. You can say. അവന് ഒരു പൈസ പോലും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. You needn't give a penny to him. Yes. Okay, you needn't give a penny to him. You needn't give a penny more to him. You needn't give him a penny more. You can say. Okay. Then നമുക്ക് ആരുടെയും ഉപദേശം തേടേണ്ട കാര്യമില്ല. നമ്മൾ ആരുടെയും ഉപദേശം തേടേണ്ട കാര്യമില്ല. How can we say? We needn't to ask. We needn't to ask advice from anyone. We needn't ask. Okay, we needn't ask advice from anyone. Okay, we needn't ask advice from anyone. Then need, I, need, we, miss പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ need I. Okay, need we ഉപയോഗിക്കുന്നു. Okay, ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ടോ?
യെസ് ഗുഡ്. ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ട്. എങ്ങനെ ചോദിക്കാം? Needn't I come tomorrow? നീഡ് ഐ കം ടുമോറോ, ആവശ്യമുണ്ടോ? ഓക്കെ, Need I? നീഡ് ഐ, ആവശ്യമുണ്ടോ? ഞാൻ നാളെ വരേണ്ട ആവശ്യമുണ്ടോ? നീഡ് ഐ കം ടുമോറോ? ഞങ്ങൾ നിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെ ചോദിക്കും? ഞങ്ങൾ നിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? Need we wait? Yes, good. Need we wait you? For you? Okay, need we wait for you? Very good. Need we wait for you? Yes, good. കാര്യമുണ്ടോ? ഞങ്ങൾ നിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ ഓക്കെ, നമ്മള് നീഡ് ഉപയോഗിച്ചാണ്. നീഡ് ഐ പേ എക്സ്ട്രാ ബിൽ, നീഡ് ഐ പേ ദ ബിൽ, ഞാൻ പേ ചെയ്യണോ? ഓക്കെ, നീഡ് ഐ ടേക്ക് ബെഡ് റെസ്റ്റ്, ഞാൻ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടതുണ്ടോ? അല്ലെ, നീഡ് ഐ ടേക്ക് ബെഡ് റെസ്റ്റ്. നീഡ് ഐ ഡു നൈറ്റ് ഡ്യൂട്ടി, നീഡ് ഐ ഡു, ഞാൻ ചെയ്യണോ? ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ടോ? നീഡ് ഐ ഡു നൈറ്റ് ഡ്യൂട്ടി, അങ്ങനെയുള്ള ഒരു മീനിങ്ങിൽ നമ്മൾ നീഡ് ഉപയോഗിക്കുന്നു. ചെയ്യേണ്ടതുണ്ടോ, ഞാൻ ചെയ്യേണ്ടതുണ്ടോ. നീഡ് ഐ, നീഡ് വി ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടോ. Then you needn't come, അതിന് പകരമായിട്ട് നീഡിന് പകരമായിട്ട് no need of ഉപയോഗിക്കാം. No need of coming to that place. Okay, you needn't come there, no need of coming there. അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു മീനിങ്ങിൽ no need of ഉപയോഗിക്കാം. No need of worrying about this matter. Needn't worry. Okay, needn't. No need of, you needn't worry, അതിന് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം? No need of worrying about this matter. No need of coming. There is no need to work. Yes, there is no need to work alone. Yes, good. Then there is no need of worrying about this matter. No need of worrying about this matter. Okay, you can use that. No need of. No need of. Then understand? Clear ano? We discussed about the use of need, how we use need, when it is used, when we say the necessity and our obligation. We need to consult. You need to consult a doctor before taking medicine. You can say, okay, it is necessary. You need to consult a doctor. Okay, you're very tired. You're so tired. So you consult a doctor. You need to consult a doctor. And we need to go there, that place. Okay, we need to respect our teachers. Okay, all the students need to obey the words of your teachers. Okay, all these are our obligation. When you need my help, please call me. When you need, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലേ എന്നെ വിളിക്കൂ. എപ്പോഴാണോ നിനക്ക് എന്റെ ആവശ്യം, എന്റെ ഹെൽപ്പ് വേണ്ടത്, നിനക്ക് എന്നെ വിളിക്കാം. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. Clear ആണോ? Dare and need. Can I move on to the next one? Okay, used to, when it is used. Used to എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? Can you say? Habits, past habitual action. Okay, നേരത്തെ നടന്നിരുന്ന, പതിവായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ. Okay, past habitual action means it is happened in the past. It's a habitual action in the past. Okay, now it's currently we are not doing that. Okay, daily routine. Yes, habitual action ആണ് നമ്മൾ continue ചെയ്തിരുന്നതാണ്. Okay, here the example is to express habitual action in the past. He used to smoke. Currently he does not smoke. He doesn't smoke currently. അവനിപ്പോ സ്മോക്ക് ചെയ്യാറില്ല, പക്ഷെ he used to smoke. നേരത്തെ അവൻ
പതിവായി സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. But the meaning is, here the meaning is, he doesn't smoke now. Okay, I used to go. ഞാൻ പതിവായി പോകാറുണ്ടായിരുന്നു. Okay, I used to go to church. I used to go to temple. Okay, നേരത്തെ പതിവായി ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മൾ used to ഉപയോഗിച്ച് പറയുന്നത്. He used to meet at the park. പാർട്ടി അല്ല ഇവിടെ, പാർക്കാണ്. I used to go to gym. Yes. Yes, I used to go to gym. Good. I used to do some exercise. I used to do regular exercises. Okay. Then we used to meet at the park. I used to drink coffee. Yes, good, Adiravel. Very good. And we used to meet at the park every day. എല്ലാ ദിവസവും പാർക്കിൽ, പാർട്ടി അല്ല ഇവിടെ, കറക്ഷൻ ഉണ്ട്. പാർക്ക്. We used to meet at the park every day. Every day, എല്ലാ ദിവസവും മീറ്റ് ചെയ്യുമായിരുന്നു, പാർക്കിൽ കാണുമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. ഞങ്ങൾ നേരത്തെ കണ്ടുമുട്ടിയിരുന്നു, പാർക്കിൽ എല്ലാ ദിവസവും കാണുമായിരുന്നു എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത്. യൂസ് ടു. I used to go there. Okay, I used to go to church. Then we used to meet at the park. I used to go to temple. It's good. We used to meet at the park every day. I used to see him on my way to college. I used to see him. അല്ലേ, നേരത്തെ ഞാൻ കാണുമായിരുന്നു, സ്ഥിരം കാണുമായിരുന്നു. And I used to see him on my way to college, on my way to school, on my way to office every day. I used to see him. I used to meet him. Okay, here it is used. I used to bake cakes. Yes, good. I used to plant trees, water plants. Okay, I used to read a lot earlier. ഞാൻ സ്ഥിരമായി കൂടുതൽ അല്ലെ, നേരത്തെ പതിവായി വായിക്കുമായിരുന്നു അല്ലെ. I used to read a lot. കൂടുതൽ വായിക്കുമായിരുന്നു നേരത്തെ. അവൻ നന്നായി പാട്ട് പാടുമായിരുന്നു. എങ്ങനെ പറയാം? അവൻ നന്നായി പാട്ട് പാടുമായിരുന്നു. എങ്ങനെ പറയും? He used to sing a song usually. He used to sing beautifully, you can say. Nannai, very well. He used to sing very well. Okay, years before, നേരത്തെ he used to sing very well. Years before, വർഷങ്ങൾക്ക് മുൻപ്, years back, you can say. വർഷങ്ങൾക്ക് മുൻപ്, years back, he used to sing very well. Or you can say നേരത്തെ, earlier. He used to sing very well earlier. He used to sing beautifully earlier. You can say that. Okay. Then how can we make into negative form? അവൾ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. അതെങ്ങനെ പറയാം? എങ്ങനെ അതിന്റെ നെഗറ്റീവ് ഫോം വരും? അവൾ ആരോടും ഇങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു, നേരത്തെ ഇതേപോലെ സംസാരിക്കാറില്ലായിരുന്നു. എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയും? I didn't used to. I didn't ഉപയോഗിക്കുക കേട്ടോ. ചെയ്യില്ലായിരുന്നു, അവൾ ഇതേപോലെ. Okay, past habitual action. She didn't used to. Used അല്ലേ, അപ്പൊ നമ്മൾ didn't used to. Okay, didn't use to talk to anyone. She didn't used to talk. Okay, she didn't used to talk to anyone. ആരോടും സംസാരിക്കില്ലായിരുന്നു. She didn't used to talk to anyone like this. ഇതേപോലെ അവൾ നേരത്തെ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. അങ്ങനെ പറയാം. She didn't used to talk like this. Then ഞാൻ പോകാറില്ലായിരുന്നു. ഞാൻ പോകാറില്ലായിരുന്നു. എങ്ങനെ പറയാം? I didn't used to go there. Yes, I didn't used to go there. ഞാൻ അവിടെ പോകാറില്ലായിരുന്നു. Okay, I didn't used to go. Okay, here
ആ സംഭവത്തിന് ശേഷം അയാൾ ചിരിക്കാറില്ലായിരുന്നു. ആ സംഭവത്തിന് ശേഷം അയാൾ ചിരിക്കാറില്ലായിരുന്നു. I didn't use UFE. I didn't use to go there. I didn't use use. Then she didn't use to talk to anyone. നമ്മൾ പറഞ്ഞു she didn't use to talk to anyone. അതായത് use to split ചെയ്തു, did plus use ആണ് അവിടെ വന്നത്. He didn't use to smile after that incident. He didn't use to smile. അവൾ ഇതേപോലെ നേരത്തെ ഇതേപോലെ ചിരിക്കാറില്ല, ആ സംഭവത്തിന് ശേഷം ചിരിക്കാറില്ലായിരുന്നു. After that incident, ആ സംഭവത്തിന് ശേഷം she didn't use to smile after that incident. Okay, she didn't use to, ഇങ്ങനെ ചിരിക്കാറില്ലായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൻ അല്ലെങ്കിൽ അവൾ ചിരിക്കാറില്ലായിരുന്നു. She didn't use to smile after that incident. After that incident. Clear ആണോ? Clear ആണോ? Yes, ma'am. What about others? Is it clear? Seja, Reena. What about others? Okay, ma'am. Okay, you all are sleeping, I think. Then next one is no. Then how can we make a question by using used to? അല്ലെ, എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യും? Then നിങ്ങൾ മദ്യപിക്കുമായിരുന്നു, എങ്ങനെ ചോദിക്കാം? നിങ്ങൾ മദ്യപിക്കുമായിരുന്നു, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മദ്യപിക്കുമായിരുന്നു. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഫോം ചെയ്തതായിരുന്നു. ഡിഡ് യു യൂസ് ടു ഡ്രിങ്ക്? ഡിഡ് യു ചോദിക്കാം കേട്ടോ. ഡിഡ് യു യൂസ് ടു ഡ്രിങ്ക്? നേരത്തെ മദ്യപിക്കുമായിരുന്നു എന്നുള്ള മീനിങ്ങിൽ ഡിഡ് യു യൂസ് ടു ഡ്രിങ്ക്? ഓക്കെ, നിങ്ങൾ പുകവലിക്കുമായിരുന്നു. Did you used to smoke? Yes, did you use to smoke? Did you use to smoke? Then നിങ്ങൾ പടം കാണാറുണ്ടായിരുന്നു. Did you watch through movie? Yes, did you used to watch movies? നിങ്ങൾ നേരത്തെ ധാരാളം പടം കാണാറുണ്ടായിരുന്നു. അപ്പൊ did you used to see films a lot of films? Did you used to see lot of films? നേരത്തെ കാണാറുണ്ടായിരുന്നു എന്നുള്ളൊരു മീനിങ്ങിൽ വരും. അവൾ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. Yes. Did she used to? Yes. Did she used to? നന്നായി dance? Better. Well. അല്ലേ? Did you used to? Did you use ആണ്? Did you used to dance well? Okay. Did you used to dance well? Did you used to dance well? Sorry, did she used to dance well? അവൾ നന്നായി പാട്ട് പാടുമായിരുന്നു. Did she used to sing well? പാട്ട് പാടുമായിരുന്നു, നന്നായി പാട്ട് പാടുമായിരുന്നു. ഓക്കെ ഓക്കെ. നിങ്ങൾ രോഗികളെ സന്ദർശിക്കുമായിരുന്നു. രോഗികളെ സന്ദർശിക്കുമായിരുന്നു. Did you used to visit patients? Yes, did you used to visit patients? Or you can say, did you used to visit the sick? SICK. Patients, sick. Okay. Did you used to visit the sick? Okay. Then നിങ്ങൾ എപ്പോഴായിരുന്നു ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്? നിങ്ങൾ എപ്പോഴായിരുന്നു ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്? Did you used to go? എപ്പോഴാണ് ക്വസ്റ്റ്യൻ വേർഡ്. എപ്പോഴാണ് നിങ്ങൾ ഓഫീസിൽ പോകാറുള്ളത്? When did you? Yes, good. When did you used to go to office? When did you used to go? പതിവായി നിങ്ങൾ എപ്പോഴാണ് പോകാറുണ്ടായിരുന്നത്? When did you used to go to office? Then എത്ര മണിക്കാണ് നിങ്ങൾ കിടക്കാറുണ്ടായിരുന്നത്? When did you sleep? When did you used to go to sleep?
Go to sleep or go to bed. Okay. When did you? എപ്പോഴാണ്? When did you? എത്ര മണിക്കാണ്? What time? Okay. What time did you used to go to bed? You can say what time. When എപ്പോഴായിരുന്നു എന്ന് ചോദിക്കാം. When did you used to go to bed? നിങ്ങൾ എപ്പോഴായിരുന്നു? Then what time? എത്ര മണിക്ക്? What time? Okay. Then how many here? താങ്കൾ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? How many hours? അല്ലെ എത്ര മണിക്കൂർ? How many hours did you use to practice a day? How many hours did you Practice a day? How many hours you can use? Clear ആണോ? Used ആണോ? നമ്മളിപ്പോ എക്സാമ്പിൾസ് ഒക്കെ നോക്കിയത് used ഉപയോഗിച്ച് കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, ma'am. Okay. Used to ഉപയോഗിച്ചു. I used to. I didn't used to. Negative form. Then did you used to? Again, did. അല്ലെ ഫസ്റ്റ് നമ്മൾ yes or no question, then question type question എല്ലാം നമ്മൾ നോക്കി. The next one is ought to. When it is used? Ought to. Here we can say I used to do regular exercise. I used to I used to eat more vegetables. Okay, you can say used to. പതിവായി ചെയ്യുമായിരുന്നു, പതിവായി. Okay, അതെല്ലാം ഉപയോഗിക്കാം. Then regular action. Then ought to. Ought to means what? ചെയ്യേണ്ടതാണ്, അല്ലെ കടപ്പെട്ടിരിക്കുന്ന ഒബ്ലിഗേഷൻ. അതായത് നമ്മളെ അത് നേരത്തെ നമ്മൾ പറഞ്ഞു നീഡ് ടു, ആവശ്യകത അല്ലെ. നീഡ് ടു, ഒബ്ലിഗേഷൻ. When we say about our obligation also we use need to അല്ലെ, നീഡ് ഉപയോഗിക്കുന്നുണ്ട്. Here to express obligation. ഇവിടെയും നമ്മളുടെ കടമ അല്ലെങ്കിൽ ചുമതലകൾ ഡ്യൂട്ടീസ് പറയുമ്പോൾ ought to ഉപയോഗിക്കുന്നു. നീ എന്തായാലും അത് ചെയ്യണം. It's compulsion. Okay, it's a compulsion. അതായത് ഷുഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഷുഡ് ഉപയോഗിക്കുക. We should obey the teachers, obey the words of your parents. We should do that. അതേപോലെ we ought to. All the citizens ought to pay the tax. എല്ലാ സിറ്റിസൺസും ടാക്സ് പേ ചെയ്യണം. ought to. It's compulsory. Okay, it's compulsory. When we say about compulsion or obligation, we use ought to ഉപയോഗിക്കുന്നുണ്ട്. Okay, ought to, you ought to go there. Example. Okay, you ought to go there. Teachers ought to appreciate the ability of the children. Excuse me. Teachers ought to appreciate the ability of the students. Teachers ചെയ്യണം അല്ലേ? It's their responsibility, it's their duty. Ought to respect. We ought to respect our aged parents. We ought to protect our aged parents. Okay. We ought to respect our teachers and elders. We ought to respect our motherland. Our obligation. When we say about our obligation, we use ought to ഉപയോഗിച്ച് പറയുന്നു. ought to. Teachers ought to appreciate the ability of the students. You ought to congratulate our kids. Yes. Success. Yes, good. You ought to congratulate. You ought to practice more. You ought to Practice more. Yes, you ought to. Yes, you ought to practice more. You ought to do some exercise. You can say do some exercise. Okay. You ought to include more vegetables in your food. We ought to smile more often. Yes, we ought to smile more often. Okay. Then what else? We ought to love our motherland. We ought to. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കാം. ought to. Then we ought to love. We ought to protect our motherland. We ought to protect our. We ought to love our. Yes, our environment. Save our environment. We ought to love our mother tongue. Okay, we ought to respect our mother tongue. We ought to obey traffic rules. Very good. We ought to do that. It's our responsibility. It's our duty.
We ought to do that. Okay, all these are the use of ought to. Okay, ought to ആണ് എന്തായാലും നമ്മൾ ചെയ്യണം. It's compulsion or it's our obligation to do this. We use ought to ഉപയോഗിച്ച് പറയണം. ought to ഉപയോഗിക്കുന്നു. Clear ആണോ? Can you give me some examples by using ought to? Yes. Give some examples. I ought to do this myself. Yes, I ought to do. What you say? I ought to do this by myself. Yes, I ought to do this by myself. You ought to come home, ought to go home early. Yes, you ought to go to bed. You should. The meaning of go early. You ought to stop your games, computer games. Okay, all these are the use of ought. Ought to. Then we discussed about, yes, tell me. Somebody saying some. Then today we discussed about dare. When it is used, dare is used to defy, in the sense of defy. Then challenge, face boldly. Then how dare you go? എങ്ങനെ ധൈര്യമുണ്ടായി? എങ്ങനെ നിനക്ക് ധൈര്യമുണ്ടായി അവിടെ പോകാൻ? How dare you go there alone? I dare to see the horror films alone. എനിക്ക് ധൈര്യമുണ്ടോ ഒറ്റയ്ക്ക് horror films കാണാനുള്ള ധൈര്യമുണ്ടോ? I dare to see. I dare to watch horror films alone, horror movies alone. How dare you see the horror movies alone? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? How dare you see that? How dare you go near to him? Okay. How dare? Okay, നമ്മൾ കണ്ടു. How dare? Go if you dare. Free my hands if you dare. Okay. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെ വിടൂ. Then you dare to see the film alone? Okay. Dare ആണ്. Dare ഉപയോഗിച്ചതാണ്. Dare question ആയിട്ടും. Daren't means ധൈര്യമില്ല. അല്ല എനിക്ക് ധൈര്യമില്ല. I daren't go there alone. I daren't watch horror films. Okay, we daren't go that place. Okay. All these are the uses of dare. The need, avashyakata, necessity. When we say about the necessity and obligation, we use need. Okay, you needn't go. Negative form of need. I need your help. Okay, I need your help. We need some money. Okay. You need to save some money for your future. You need to. Avashyamunda. You need to save some money for your family. Family. Okay, well, these are the uses of need. You needn't come. No need of coming to that place. Okay. Or manage. Okay. No need of coming. I'll manage it alone. Okay. No need of going that place. No need of going. Where plus I enjoyed. No need of going. Then no need of worrying about this matter. Okay. Okay, I will take care of all these things. I will take care. Then no need of worrying about this. Then this is the use of need. Needn't. Need I. Need we. Need we come. Need we come. Okay. Need we go earlier? പോണ്ട ആവശ്യമുണ്ടോ? Need I wait for you? Need I wait for you? Okay, question. Then used to. Used to പതിവായി ചെയ്യാറുള്ള കാര്യങ്ങൾ. നേരത്തെ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ used to ഉപയോഗിക്കുന്നു. Used to.
To express habitual action in the past. Past നമ്മൾ continue ചെയ്തിരുന്ന actions. But at present, it is not. We are not doing that. Present നമ്മൾ അത് continue ചെയ്യുന്നില്ല. He used to smoke. He used to drive long. He used to walk long distances. Okay, long distances. He used to walk. Okay, all these are the use of used to. Then didn't use, negative form. I didn't used to go there. I didn't used to pray. Okay, I didn't used to go to church, go to temple. ഞാൻ പോകാറില്ലായിരുന്നു. Okay, we didn't go to that place. We didn't used to go to that place. ഞാൻ പോകാറില്ലായിരുന്നു. We used to meet at the park every day. We used to meet. എപ്പോഴും കാണാറുണ്ടായിരുന്നു. Okay, question form ചെയ്തു. Then next one is ought to. When we say about our obligation, നമ്മുടെ ഡ്യൂട്ടീസ്, ചുമതലകള്, ഉത്തരവാദിത്തങ്ങള്, റെസ്പോൺസിബിലിറ്റീസ്, we use ought to. ought to ഉപയോഗിച്ച് പറയുന്നു. You should. You ought to go there. You ought to go to that place. You ought to visit your parents. Okay, you ought to. You have to do this. It's the meaning. You should do this. Compulsion. Okay. Then teachers ought to appreciate the ability of the students. We ought to respect our teachers. Discussed more examples that we ought to respect our motherland. We ought to love our mother tongue. We ought to protect our environment. Okay, all these are the use of ought to. Then in the next class, we discuss about have to. Have to be നോക്കാം. Have to. It's compulsory also. Have to. നീ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഉപയോഗമാണ്. Have to. She ആണെങ്കിലോ she has to. He has to. I have to. You have to. Okay, children have to go to school. Children have to. Okay, to express compulsion or obligation. Here also, to express compulsion, obligation, we use have to. And he has to. Singular subjects ആണെങ്കിൽ he, she, it has to. Then plural subject ആണ് എങ്കിൽ they, we. Okay, have to. I, you have to ഉപയോഗിക്കുന്നു. Have to. Children have to go to school. അവരെന്തായാലും പോകേണ്ടതാണ്. സ്കൂളിൽ പോകണം. Children have to go to school. We have to meet a person. എന്തായാലും ചെയ്യേണ്ടതാണ്. Meet ഒരു person. അല്ലെ? കാണേണ്ടതായിട്ടുണ്ട്. We have to meet a person. Then she has to study tonight. ഇന്ന് രാത്രി അവൾക്ക് പഠിക്കേണ്ടതുണ്ട്. അല്ലെ? It's compulsory. She has to do his homework. She has to do her homework regularly. She has to do. He has to do his homework. He has to do exercise regularly. He has to do that. Okay. എന്തായാലും ചെയ്യണം. It's a compulsion and or obligation. When we say about our obligation also, we use have to or has to. Have to ഉപയോഗിക്കുന്നത് plural subject they, we. Then I, you exceptional ആണെങ്കിലും I have to and you have to. Okay. Then next one is when it is a singular subject, he, she, it has to ഉപയോഗിക്കുന്നു. Okay, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Now I think that I am reached to end of the session. Okay, clear ആയിരുന്നു ഇന്നത്തെ ക്ലാസ്? മനസ്സിലായിരുന്നുണ്ടോ? മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണോ? Okay, miss. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഹാവ് ടു ഡിസ്കസ് ചെയ്യാം കേട്ടോ. more examples ഒക്കെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. Okay, thank you. Thank you, miss. In the next class, okay, be there for your next teacher.